ഏതെങ്കിലും മാർഗത്തിലൂടെ ധനം കൈവശം വന്നു ചേരുമോ എന്നറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ധനചിന്താ പരീക്ഷ എന്ന ചക്രത്തിൽ പേരുകളുടെ സഹായത്താൽ ശുഭാശുഭ പരീക്ഷ നടത്തി ഫലമറിയുക. അതായത് ധനചിന്താ പരീക്ഷ എന്ന ചക്രത്തിലെടുത്തിട്ട് ഈശ്വരവിശ്വാസത്തോടു കൂടി കണ്ണടച്ച് ഒരു കോളത്തിൽ മാത്രം വിരൽ വയ്ക്കുക. എന്നിട്ട് അതിന് നേരെയുള്ള ആ പേരും ആ കോളത്തിൻ്റെ പേരും അതിൻ്റെ നേരെയുള്ള നമ്പരും മനസ്സിലാക്കി അതിന് താഴെ ഫലം കൊടുത്തിട്ടുണ്ട്. ആ ഫലം ഏതാണെന്നുള്ളത് ആ നമ്പരും പേരും നോക്കുമ്പം താഴെ അതുപോലെ നമ്പരും പേരും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോൾ സാമ്പനാണെന്നുണ്ടെങ്കിൽ 10ാമത്തെ നമ്പറാണത്. ആ 10 താഴെ ഫലത്തിലും സാമ്പന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലം നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ 1ാമത്തായിട്ട് നമ്പറിൽ കിടക്കുന്നത് പ്രദ്യുമ്നൻ. കൈവശമുള്ള ധനമെടുത്ത് വ്യാപാരം ചെയ്താൽ നല്ല ലാഭം പ്രതീക്ഷിക്കാം. 2 അനിരുദ്ധൻ. നിങ്ങൾക്ക് കുറച്ച് ധനം വന്നു ചേരാനുണ്ടെങ്കിലും അതിന് കാലതാമസം ഉണ്ടാകും. മഹാദേവൻ. താമസിയാതെ നിങ്ങൾക്ക് ബ്രാഹ്മണരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ധനം ലഭിക്കാൻ സാധ്യതയുണ്ട്. 4ാമത്തെ നമ്പറിൽ ഫലം കാമദേവൻ. ലോകങ്ങളുടെ ക്രയവിക്രയങ്ങളിലൂടെ കുറച്ചു ധനം കൈവശം വന്നു ചേരും. 5 ഗരുഡൻ. ധനം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. 6 ബലഭദ്രൻ. താമസിയാതെ നിങ്ങളുടെ കൈവശം കുറച്ചു പണം വന്നു ചേരും. ഗണേശൻ. ധനലാഭമുണ്ടാകും, പക്ഷേ അത് ഉടനെ നടക്കില്ല. കാർത്തികേയൻ. 8 കുറച്ച് ധനം ഇതിനകം കിട്ടിയിട്ടുണ്ട്, ഇനിയും ധനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. 9 ശ്രീകൃഷ്ണൻ. പലരിൽ നിന്നും നിങ്ങൾക്ക് പണം ലഭിക്കാനുണ്ട്, പക്ഷേ അതിന് കാലതാമസം ഉണ്ടാകും. 10ാമത്തെ നമ്പറിൽ സാമ്പനാണ് വന്നിരിക്കുന്നത്. ഗ്രാമത്തിൻ്റെ തെക്കേ കോണിലേക്ക് യാത്ര ചെയ്താൽ നിങ്ങൾക്ക് ധനം കൈവശം വന്നു ചേരും. അങ്ങനെ 10 ചക്രത്തിന് താഴെയായിട്ട് 10 അക്കങ്ങളും അതിൻ്റെ പേരുകളും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഓരോ പേരുകൾക്കും നമ്പറുകൾക്കും നേരെയുള്ള ഫലം നോക്കിയാൽ മതി. ചക്രത്തിൽ ആദ്യം നമ്മൾ വിരൽ വെച്ചേക്കുന്നത് എവിടെയാണെന്ന് നോക്കിയിട്ട് ആ പേര് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് വരുന്നത്, ആ പേരിന് നേരെയുള്ള ഫലം ഏതാണ്, നമ്പർ ഏതാണെന്ന് നോക്കിയിട്ട് അത് നോക്കുമ്പം നമുക്ക് ഫലം കിട്ടും, ഫലം മനസ്സിലാവും. അതാണ് ധനചിന്താ പരീക്ഷ. ഏതെങ്കിലും മാർഗത്തിലൂടെ ധനം കൈവശം വന്നു ചേരുമോ എന്നറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ധനചിന്താ പരീക്ഷ എന്ന ചക്രത്തിലെ പേരുകളുടെ സഹായത്താൽ ശുഭാശുഭ പരീക്ഷ നടത്തി ഫലം അറിയുക. ഫലം കാണിക്കാം. 10 ഫലങ്ങളുണ്ട്, 10 കോളങ്ങളുമുണ്ട്, 10 നമ്പറുകളും കൊടുത്തിട്ടുണ്ട് നേരെ. അപ്പോൾ നമ്പറിനും പേരിനും നമ്മൾ വെച്ച ഏത് വിരൽ വെച്ച ആ കോളത്തിലുള്ള പേരും നമ്പരും താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെയുള്ള ഫലങ്ങൾ നോക്കിയാൽ മനസ്സിലാവും.